കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡൽഹിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഡൽഹി പോലീസിന്റെ അമിത്ഷായുടെ താണ്ഡവത്തിന്റെ അനുബന്ധമാണ് നടന്നത്. ഇപ്പൊ ഞാനിവിടെ വരുമ്പോൾ കാണുന്ന രംഗം എന്ന് പറയുന്നത്, അതായത് ഡൽഹി പോലീസിന്റെ ഉദ്യോഗസ്ഥർ CPM ഓഫീസിലേക്ക് ഇരച്ചു കയറി JNUവിന്റെ മുൻ സ്റ്റുഡൻസ് യൂണിയൻ പ്രസിഡന്റും ജന്തർ മന്ദിറിലെ സമരത്തിന്റെ മുഖങ്ങളിലൊന്നായ ഐഷി ഘോഷിനെ പിടിച്ചുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഐഷി ഘോഷിനെ പിടിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഈ സമരത്തിൽ പങ്കെടുത്തവർക്കെല്ലാം ഒരു സന്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ്. ജന്തർ മന്ദിറിലെ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട കേസുകളൊന്നും മുമ്പോട്ട് കൊണ്ടുപോകുകയില്ല എന്നുള്ള ഒരു വാഗ്ദാനം രാജ്യത്തിന് നൽകിയ സ്ഥിതിക്ക് ഇവർ പഴയ പല കേസുകളും തപ്പിപ്പിടിച്ച് പൊടിതട്ടിയെടുത്ത് ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥി നേതാക്കളെ പീഡിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്, മാനങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിയമവിരുദ്ധതയുടെ ഏറ്റവും ഉയർന്ന തലമാണെന്ന് കണ്ടത്. ഞാൻ ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് ചോദിച്ചു, നിങ്ങൾ അറസ്റ്റ് ചെയ്യാൻ വന്നതല്ലേ, ഔദ്യോഗിക കൃത്യനിർവഹണമല്ലേ, നിങ്ങൾക്കൊരു യൂണിഫോം പോലുമില്ല, നെയിം പ്ലേറ്റ് ഇല്ല, നിങ്ങൾ ആരാണ്? യൂണിഫോം പോലുമില്ലാതെ ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഇരച്ചു കയറി ഒരു സ്റ്റുഡൻസ് യൂണിയൻ ആക്ടിവിസ്റ്റിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ധാർഷ്ട്യമുണ്ടെങ്കിൽ ഇത് ഇവരുടെ സ്വന്തം തീരുമാനമായിരിക്കില്ല, അത് ഉന്നതങ്ങളിൽ നിന്നുള്ള തീരുമാനമായിരിക്കും. രണ്ട്, ഈ കേസ് എന്ന് പറയുന്നത് 2021 ഒരു കേസുമായി ബന്ധപ്പെട്ടതാണ്. അതെന്തോ ബംഗ്ലാ ഭവന്റെ മുമ്പിൽ എന്തോ ധർണ നടത്തിയെന്ന് പറഞ്ഞ കേസാണ്. അവർ കോടതി കൃത്യമായിട്ട് പോകുന്നതാണ്. പക്ഷേ ഇവർക്ക് ഇപ്പോൾ ഐഷി ഘോഷിനെ തീഹാർ ജയിലിൽ അടച്ചേ ഇവർക്ക് തീരൂ. അതായത് പക വീട്ടുകയാണ്. ഈ സർക്കാരിന്റെ ചെകിട്ടത്തേറ്റ ഒരു പ്രഹരത്തിൽ നിന്ന് മറികടക്കാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും ഇതുപോലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്. ഡൽഹി പോലീസിന് ഏതു രൂപത്തിലും എല്ലാ നിയമങ്ങളും എല്ലാ ചട്ടങ്ങളും ലംഘിക്കാമെന്നുള്ള സാഹചര്യം സംജാതമായിരിക്കുകയാണ്. അപ്പോൾ ഇവർ വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, നിങ്ങളുടെ യൂണിഫോം എവിടെയാണ്? യൂണിഫോം പോലുമില്ല. അത് മാത്രമല്ല, ഇവർക്ക് വാറണ്ട് നൽകിയിരുന്നു പറഞ്ഞു. ഞാൻ പരിശോധിച്ചു നോക്കിയപ്പോൾ വാറണ്ട് നൽകിയിട്ടില്ല. ഇവർ ടെലഫോണിക്കലി ആരോ ഇവരെ വിളിച്ചു പറഞ്ഞു എന്ന് ഇവരങ്ങ് ആർഗ്യൂ ചെയ്യുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ഐഷി ഘോഷിനെ ഡൽഹി പോലീസ് ഷാഡോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നിഴൽ പോലെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ആശുപത്രിയിലായിരുന്നു, അവർ IV കയറ്റി, അവർക്ക് പനിയാണ്. അപ്പോൾ ഇവരെ എങ്ങനെയെങ്കിലും പിടിച്ച് തീഹാർ ജയിലിൽ ഇടണമെന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയാണ് അമിത്ഷായ്ക്കും കൂട്ടർക്കും ഉള്ളത്. ഐഷി ഘോഷിനെ പോലുള്ള വിദ്യാർത്ഥി നേതാക്കൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഡൽഹിയുടെ സാമൂഹിക സാംസ്കാരിക ധാരയിൽ നിറഞ്ഞിരിക്കുന്നവരാണ്. നിരവധി പ്രക്ഷോഭങ്ങളിൽ അവർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് പല കേസുകളും അവരുടെ മുകളിൽ ചുമത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കേസിന്റെ പിൻബലത്തിൽ ഇവരെ പിടിക്കണം എന്നുള്ളതാണ് ഡൽഹി പോലീസിന്റെ ഒരു നിശ്ചയദാർഢ്യം. എന്തായാലും ഡൽഹി പോലീസ് ഇതുപോലെ അവഹേളിക്കപ്പെട്ട ഒരു നിമിഷം എനിക്ക് തോന്നുന്നില്ല എപ്പോഴും ഉണ്ടായിട്ടുണ്ടാവുന്നത്. അതായത് അറസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാർ തിരിച്ച് ഓടുന്ന ഒരു രംഗമാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകരും ഞങ്ങൾ കണ്ടത്. ഇത് ഈ രാജ്യത്തിന് ഗുണകരമല്ല. നീതി നിർവഹണം ഉറപ്പുവരുത്താൻ ഏറ്റവും കൂടുതൽ പ്രതിജ്ഞാബദ്ധമായ ഒരു മന്ത്രാലയം തന്നെ ഇതുപോലെ തേർവാഴ്ച നടത്തുന്നത് ഈ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരു പ്രൈവറ്റ് വെഹിക്കിളിലാണ് ഇവർ വന്നിരിക്കുന്നത് പോലീസ്. ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആധുനിക സങ്കേതങ്ങളും വിഭവമുള്ള ഒരു പോലീസ് സേനയാണ് ഡൽഹി പോലീസ്. ഏത് നിമിഷം നമ്മൾ നോക്കിയാലും ഡൽഹിയുടെ നിരത്തുകളിൽ ഡൽഹി പോലീസിന്റെ വാഹനങ്ങളുടെ പ്രളയമാണ്. ഓരോ വർഷവും ആയിരക്കണക്കിന് കോടി രൂപയാണ് ഡൽഹി പോലീസിന് വേണ്ടി നീക്കിവെക്കുന്നത്. ആ ഡൽഹി പോലീസിന്, അതും ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിൽ വന്ന് ഒരു ദേശീയ നേതാവിന്റെ പരിവേഷമുള്ള JNUവിലെ മുൻ വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റ് കൂടിയായ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും സ്വകാര്യ വാഹനത്തിന്റെ പിന്തുണ വേണോ? അവർക്ക് സ്വന്തം വാഹനത്തിൽ വന്നുകൂടെ? അവർക്ക് യൂണിഫോം ഇട്ട് വന്നുകൂടെ? അപ്പോൾ എന്താണ് അവർ കാണിക്കുന്നത്? എന്തും അവർക്ക് ചെയ്യാം, എന്ത് ധാർഷ്ട്യവും, ഏത് നിയമം അവർക്ക് കാറ്റിൽ പറത്താം. ഇതാണ് ഇവിടെ ഇന്ന്. അതെ, അപ്പം ഇന്ന് ഞങ്ങളിപ്പം ഞാനൊരു മെമ്പർ ഓഫ് പാർലമെന്റ് എന്നുള്ള ഒരു പരിഗണന സ്വാഭാവികമായിട്ട് അവരുടെ മനസ്സിലുണ്ടാവും. അതാണ് അവർക്ക് പ്രത്യേകിച്ചൊന്നും പിടിച്ചേക്കാൻ പറ്റിയില്ല. പക്ഷേ ഇവിടെയുള്ള സാധാരണക്കാരുടെ വീടുകളിൽ കയറിയിട്ട് പാവപ്പെട്ടവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ആരെങ്കിലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുമോ? ചോദിക്കില്ല.
ഇനി ചോദിച്ചാൽ തന്നെയും അവർ കൂട്ടാക്കുമോ? ഇപ്പം ഒരു MP ചോദിച്ചുകൊണ്ടും നാളെ അതൊരു പ്രിവിലേജ് ഇഷ്യൂ ആകുമെന്നും പാർലമെന്റ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണെന്നും പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിനുള്ളിൽ വിചാരണ ചെയ്യപ്പെടുന്ന ഒരു മുഹൂർത്തമാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടാണ്. അത് മാത്രമല്ല, ഇതൊരു കോൺസ്റ്റബിളൊന്നുമല്ല, ഉയർന്ന ഒരു പോലീസ് ഓഫീസറാണ് വന്നത് ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട്. അവരെ പ്രത്യേകം ചട്ടം കെട്ടി വിട്ടതാണെന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ.